ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മലയാളികളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടിന്റെ ഈരടികളാണിത്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതാണ് ഈ പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത്. ശരിക്കും മുളം തണ്ടായിരുന്ന ഒരു സസ്യം, മുളം തണ്ട് എങ്ങനെ പുല്ലാങ്കുഴലായി മാറി എന്നുള്ള മനോഹരമായിട്ടുള്ള കഥയാണ് ഈ പാട്ടിലൂടെ വിവരിച്ചിരിക്കുന്നത്. ശരിക്കും മനുഷ്യജീവിതവും ഒരു പുല്ലാങ്കുഴൽ പോലെയാണ് ല്ലേ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്ന് ഈശ്വരൻ നമ്മുടെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി കഴിയുമ്പോഴാണ് അവസാനം മനോഹരമായ വേണുനാദം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള പുല്ലാങ്കുഴലുകളായിട്ട് നമ്മൾ മാറുന്നത്. അതിൽ ചില മനുഷ്യർ ഒരുപാട് നന്മകൾ, ഒരുപാട് സന്തോഷം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള പുല്ലാങ്കുഴലുകളായിട്ട് മാറുകയാണ്. സെപ്റ്റംബർ 18 ലോക മുളദിനമാണ്. ശരിക്കും ഈ മുളദിനം നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയാണ്. മുള ശരിക്കും ഒരു സാധാരണ സസ്യം മാത്രമല്ല. നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ശരിക്കും ഒരു ഓക്സിജൻ പാർക്ക് തന്നെയാണ് ഈ മുളംകൂട് എന്ന് പറയുന്നത്. ശരിക്കും അതിൻ്റെ മുളയരി അല്ലെങ്കിൽ മുളയുടെ കൂമ്പൊക്കെ ജപ്പാൻ, ചൈനക്കാരൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ്. ശരിക്കും ഈ മുള നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെയെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വേണുനാദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള മുളം തണ്ടുകളായിട്ട് മാറണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ ചെറിയ വേദനകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷേ ആത്യന്തികമായിട്ട് മനുഷ്യർ എന്ന മുളം തണ്ടിലൂടെ സമൂഹത്തിലേക്ക് ഒഴുകിയെത്തുന്നത് മനോഹരമായിട്ടുള്ള വേണുനാദം തന്നെയായിരിക്കും. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള വേണുനാദങ്ങൾ ഒഴുകിയെത്തുന്ന നല്ല മുളന്തണ്ടുകളായിട്ട് മാറാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള ഈശ്വര അനുഗ്രഹം നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്.